ഓൾ ടുഗദർ UDF ഒരു മെജോറിറ്റിയിലേക്ക് UDF എത്തും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഒരു 78 ±3 എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അത് കുറച്ചും കൂടി ആ വേവ് സ്ട്രോങ് ആണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ കുറേയും കൂടി മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം. ഈ ടൈം ലൈൻ സ്പെഷ്യൽ ഇലക്ഷൻ കോൺവെർസേഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മുഹമ്മദ് സാബിയാണ്. മുഹമ്മദ് സാബി ഒരു അറിയപ്പെട്ട മനഃശാസ്ത്ര വിദഗ്ധനും അതോടൊപ്പം തന്നെ സിഫോളജിസ്റ്റുമാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ മുഹമ്മദ് സാബി. താങ്ക് യു. ഇന്ന് നമ്മൾ ഈ ടൈം ലൈൻ കോൺവെർസേഷനിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു ചർച്ചയാണ്. ഇതിനു മുമ്പ് നമ്മളിരുന്നത് ഇലക്ഷന് മുമ്പായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മളുടെ കയ്യിൽ നമ്മളൊരു എന്ത് സംഭവിക്കും, കേരളത്തിൽ എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള ചർച്ചയ്ക്ക് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 3 ഡാറ്റയാണുള്ളത്. ഒന്ന്, ഇലക്ഷന് മുമ്പ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ള വികസനം, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച, പിണറായി സർക്കാരിൻ്റെ ഏതാണ്ടൊരു 10 വർഷത്തോളമുള്ള പ്രവർത്തനം, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, ഇതൊക്കെയാണ് പൊതുജനത്തിന് മുമ്പിൽ വന്നത്. രണ്ടാമത് ഇലക്ഷൻ്റെ അന്ന് നടന്ന വോട്ടിംഗ് പെർസെൻറ്റേജും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും. മൂന്നാമതുള്ളത് ഈ എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട അവർ നടത്തിയ പ്രവചനങ്ങളും മറ്റുമാണ്. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് എന്തു തോന്നുന്നു, കേരളം ഇനി ആരാണ് ഭരിക്കാൻ പോകുന്നത്? നമുക്ക് ഇലക്ഷൻ്റെ മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇലക്ഷന് ശേഷം വന്നിട്ടുള്ള പോളിങ്, അതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ്, ആ ഒരു പോളിംഗ് ബിഹേവിയർ, ആളുകൾ ഇലക്ഷനോട് സമീപിച്ച രീതി, ഇപ്പോൾ ഫൈനലി എക്സിറ്റ് പോളിൻ്റെ ഇൻഡിക്കേഷൻസ്, ഇതെല്ലാം വരുമ്പം പിക്ചർ കുറേയും കൂടി ക്ലിയർ ആവുന്ന പോലെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു കംഫർട്ടബിൾ മാർജിനിൽ UDF പവറിലേക്ക്, അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സാമാന്യമായും ഈ ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസംബറിൽ നടന്ന LSGD ഇലക്ഷനിൽ നിന്നും കഴിഞ്ഞൊരു 4 മാസം കൊണ്ട് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഈ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സിൽ CPM കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഡിസംബർ ഇലക്ഷൻ മുതൽ ഇതുവരെ എടുത്തു നോക്കുമ്പോൾ ഒരു മാജിക്കും അതുമായി ബന്ധപ്പെട്ടിട്ട് സംഭവിച്ചിട്ടില്ല. എത്ര തന്നെ LSGD ഇലക്ഷൻ വ്യക്തിപരമാണ്, അവിടെ പ്രാദേശികമായ വിഷയങ്ങളുണ്ടാവും, അവിടെ ലോക്കൽ കാൻഡിഡേറ്റ്സിൻ്റെ വോട്ടിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ പോലും LSGD ഇലക്ഷൻ ആദ്യമായാണ് ഒരു ഒരു പൊളിറ്റിക്കൽ വോട്ടിങ് നമ്മൾ കണ്ടത്. അത് എല്ലാവരും പറയുകയും ചെയ്തല്ലോ. അതുകൊണ്ടാണ് പിന്നെ എന്താണ് പറയുക, കിറ്റ് കിട്ടിയിട്ടും കിറ്റ് വാങ്ങിയിട്ടും ആരും വോട്ട് ചെയ്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസൊക്കെ LDFൻ്റെ ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. കാരണം അത് അവർക്ക് അറിയായിരുന്നു, അത് അവരുടെ ഗവൺമെൻറ്റിനെതിരെയുള്ള വോട്ടിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ വോട്ടിങ്ങിന് ശേഷം ഈ 4 മാസം കൊണ്ട് അതിന് മറികടക്കാവുന്ന ഒരു കാര്യവും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നിന്നു. പക്ഷേ CPM അതിനെ മറികടക്കാനായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ചില തന്ത്രങ്ങളുണ്ട്. PR ക്യാമ്പയിൻസ്, എത്രയോ ഹോർഡിങ്സുകൾ, 3000 4000 ഒക്കെ ഹോർഡിങ്സുകൾ കേരളം മൊത്തം പിണറായി വിജയനെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ഇൻഫാക്റ്റ് ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഈ പഴയ കാര്യങ്ങൾ പിന്നെ അതുപോലെ നിലനിർത്താനേ സഹായിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ വെൽഫെയർ മെഷേഴ്സും വെൽഫെയർ സ്കീംസും ഒക്കെ ഗവൺമെൻറ് കുറേയും കൂടി ആക്റ്റീവായിട്ട് അതിന് ശേഷം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങളെ ആ അർത്ഥത്തിൽ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളത്. ഒരുപക്ഷെ വയനാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബാക്ക് ഫുട്ടിലായത് മാത്രമാണ് CPMൻ്റെ ക്യാമ്പയിനിന് കുറേ കൂടി ശക്തി പകർന്നിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അതൊരു വലിയ അർത്ഥത്തിൽ ഒരാൾ കത്തിക്കാനൊന്നും CPMന് സാധിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ബാക്കി ഇഫക്റ്റീവായിട്ട് CPMും BJP ഉള്ള ഡീലിനെ പറ്റി ഉള്ള സംസാരം, SDPI ആയിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള സംസാരം, ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിൻസ്
ഒരു പക്ഷേ CPM-നെ ബാക്ക് ഫുട്ടിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ നിലവിലുള്ള എക്സിറ്റ് പോളുകളിൽ എല്ലാ എക്സിറ്റ് പോളും ഓൾമോസ്റ്റ് 9-10 എക്സിറ്റ് പോളുകളും UDF-ന് 70+ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം വന്ന ടുഡേസ് ചാണക്യ മാത്രമാണ് 69 ±9 എന്ന് പറഞ്ഞിട്ടുള്ളത്. 60 മുതൽ 78 വരെ വരാം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കണക്ക്. ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും 70+ ആണ് UDF-ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിനാരിയോയിൽ അതൊരു ഇൻഡിക്കേഷനായിട്ട് എടുക്കാം. എക്സിറ്റ് പോളുകളിൽ വന്നിട്ടുള്ള ഒരു നമ്പർ അതൊരു ഇൻഡിക്കേഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ മനസ്സിൽ എന്താ, മലയാളി എന്താ ചെയ്തത് എന്നുള്ളത് ഹൈഡ് ചെയ്ത് വെക്കാൻ മലയാളി വളരെ മിടുക്കരാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ അവരത് പൂർണ്ണമായും ആ മനസ്സ് തുറന്ന് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഒരു പക്ഷേ ഇലക്ഷൻ്റെ അന്ന് ഒരു പക്ഷേ ഇതിനേക്കാൾ കുറേം കൂടി ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു വേവ് ഉണ്ടാവാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർത്തിലും സൗത്തിലും അല്ലെങ്കിൽ മധ്യ കേരളത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച നടത്തിയ സന്ദർഭത്തിൽ സാബിഹ് പറഞ്ഞത്, സാബിഹിൻ്റെ പ്രവചനം UDF ഒരു 78 ±3 എന്നുള്ളൊരു നമ്പറായിരുന്നു പറഞ്ഞത്. ഇപ്പോഴും അതേ നമ്പറിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ ഏറെക്കുറെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. ഒരു പക്ഷേ കുറച്ചും കൂടി ഗ്രൗണ്ടിൽ നിന്ന് കുറേ കൂടി വരുന്ന റിപ്പോർട്ടുകൾ കുറച്ചും കൂടി നല്ലൊരു വേവ് UDF-ന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ലെറ്റ് സി, ഞാനിപ്പോഴും 78 ±3 എന്നുള്ള ഒരു പോസിബിലിറ്റിയിൽ തന്നെയാണ് ഐ സ്റ്റാൻഡ്. പൊതുവെ ഇടതുപക്ഷം പറയുന്ന ഒരു ന്യായം, അതായത് LDF തിരിച്ചു വരുന്നു എന്നുള്ളതിന് അവർ പറയുന്ന ന്യായം, ഇടതുപക്ഷത്തിന് 55-നും ഒരു 58-നും ഇടയിൽ അവർ ഉറപ്പായും ജയിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഒരു 20 മണ്ഡലങ്ങൾ നിർണായകമാണ്. അതും കൂടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 15-നും 20-നും ഇടയിലുള്ള മണ്ഡലങ്ങൾ നിർണായകമാണ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ന്യായം. ആ ഒരു നിരീക്ഷണത്തെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ഒരു നരേറ്റീവ് പലപ്പോഴും ലെഫ്റ്റ് ഡൊമൈനിൽ നിന്ന് വരുന്ന നരേറ്റീവാണ്. ഇത് അവർ ബോധപൂർവം ഇങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് 55ഓളം സീറ്റ് എന്തായാലും ജയിക്കും, അല്ലെങ്കിൽ എന്തായാലും അവർക്ക് ഡോമിനൻസ് ഉള്ള സീറ്റാണ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ. നോക്കൂ, നമ്മുടെ മുന്നിൽ വോട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ ബിഹേവിയർ ഉണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവർ നടത്തിയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മളെ മുന്നിലുണ്ട്. ലോക്സഭ ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ഇതേ വോട്ടേഴ്സ് തന്നെ മാറി ചിന്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് CPM-ന് അല്ലെങ്കിൽ ലെഫ്റ്റിന് കംപ്ലീറ്റ്ലി ഡോമിനൻസ് ഉള്ള ഒരു 55 സീറ്റ് എന്നുള്ളത് തെറ്റാണ്. ലോക്സഭയിലേക്ക് ആ പോപ്പുലേഷൻ മാറി ചിന്തിച്ചിട്ടുണ്ട്. LSDD ഇലക്ഷനിൽ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനിൽ ആ പോപ്പുലേഷൻ മാറി ചിന്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ, അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അവിടെ നിൽക്കുമ്പോൾ ആളുകൾ ഇഷ്യൂ ബേസ്ഡ് ആയിക്കൊണ്ട് അവിടെ ചിന്തിച്ചേക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സാധനം. അത് അല്ലാതെ അവർക്ക് 55 സീറ്റിലും ഒരേപോലെ ഡോമിനൻസ് ഉണ്ട് എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. യെസ്, അവർ വിജയിച്ചിട്ടുണ്ട്. 2011 മുതൽ അവർ LDF വിജയിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനർത്ഥം അത് അങ്ങനെ മാത്രം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിയൻസിൽ, അല്ലെങ്കിൽ ലെഫ്റ്റിനോട് ഡോമിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ബിഹേവ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളത് ശരിയല്ല. ലോക്സഭ ഇലക്ഷൻസിൻ്റെ റിസൾട്ടും പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ടും ഒക്കെ, അല്ലെങ്കിൽ ആ ഡാറ്റകളൊക്കെ നമ്മളോട് പറയുന്നത് അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ചർച്ച കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം. കാസർഗോഡ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് മഞ്ചേശ്വരമാണ്. കഴിഞ്ഞ കുറച്ച് ഇലക്ഷനുകളായി BJP വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തിയ മണ്ഡലമാണ് മഞ്ചേശ്വരം. എന്തായിരിക്കും മഞ്ചേശ്വരത്ത് ഈ പ്രാവശ്യം സംഭവിക്കുക? നോക്കൂ, മഞ്ചേശ്വരം
വളരെ ടൈറ്റായിട്ടുള്ള ഒരു മണ്ഡലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് മഞ്ചേശ്വരത്തെ പറ്റി പറയുകയും ചെയ്യുന്നത്. എൻ്റെ ടേക്ക് എന്താണെന്ന് വെച്ചാൽ മഞ്ചേശ്വരം മുസ്ലിം ലീഗിന് കുറേയും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ അപ്പം സപ്പോസ് 4 റൗണ്ട് വോട്ട് എണ്ണി കഴിയുമ്പോൾ മഞ്ചേശ്വരത്ത് ഒരു 3000 മുതൽ മുകളിലോട്ട് മുസ്ലിം ലീഗിന് പിന്നെ ലീഡ് ഉണ്ടെങ്കിൽ മഞ്ചേശ്വരം കുറേയും കൂടി കംഫർട്ടബിൾ ആയിട്ട് മുസ്ലിം ലീഗ് വിജയിച്ചു വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 4 റൗണ്ടിൽ ഒരു 3000-ന് മുകളിലേക്കുള്ള ഒരു ലീഡ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലീഗിനത് കംഫർട്ടബിൾ ആയിരിക്കും. ലീഗിൻ്റെ 10ാമത്തെയും 11ാമത്തെ ഒക്കെ റൗണ്ട് എത്തുമ്പോൾ കുറേയും കൂടി അവർ നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനിൽ അത് ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ വന്നതിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കാസർഗോഡ് 3ാമതൊരു സീറ്റ് UDF-ന് ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉദുമയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോബബ്ലി ഒരു പക്ഷേ ഉദുമയിൽ ജയിച്ചു വന്നേക്കാം എന്ന് തന്നെയാണ്. നമുക്കൊരു ട്രെൻഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉദുമയിൽ നിന്നും അവർ UDF ജയിച്ചു വന്നേക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തൃക്കരിപ്പൂർ ഐ ഡോണ്ട് തിങ്ക് തൃക്കരിപ്പൂർ പിന്നെ CPM-ൻ്റെ ആ ഒരു ഡോമിനൻസിനെ മറികടന്നുകൊണ്ട് സന്ദീപ് വാര്യർക്ക് വരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു ക്ലോസ് ഫൈറ്റൊക്കെ കൊടുത്തേക്കാം. പക്ഷേ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ വിജയിക്കണമെങ്കിൽ അത്രയും വലിയ ഒരു വേവ് വരേണ്ടി വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ UDF-ന് ഒരു 85 സീറ്റിനൊക്കെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തൃക്കരിപ്പൂർ വിജയിച്ചു വരാൻ പറ്റും. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് തൃക്കരിപ്പൂർ UDF വിജയിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിൽ പേരാവൂർ. ഏതാണ്ട് റെക്കോർഡ് ഭൂരിപക്ഷം നേടി മട്ടന്നൂരിൽ വിജയിച്ച ശൈലജ ടീച്ചർ ഇപ്പോൾ പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുകയാണ്. അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? CPM സത്യത്തിലൊരു മണ്ടത്തരമാണോ പേരാവൂരിൽ കാണിച്ചത്? നോക്കൂ, പേരാവൂർ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേച്ചറാണ് ശൈല ടീച്ചറുടെ കാൻഡിഡേച്ചർ. ഒരു പക്ഷേ അവിടെ ഒരു യങ്സ്റ്ററെ അവർക്ക് പരീക്ഷിക്കാമായിരുന്നു. അവർ ഫൈറ്റ് ചെയ്ത് വരട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. ടീച്ചർ നിയമസഭയിൽ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ടീച്ചറെ മട്ടന്നൂർ തന്നെ മത്സരിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. പേരാവൂർ പോലെ അതും സണ്ണി ജോസഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ KPCC പ്രസിഡൻ്റാണ്. കുറേയും കൂടിയും പിന്നെ അക്സെപ്റ്റൻസ് ഉള്ള അവരൊരു ടോപ്പ് കാൻഡിഡേറ്റ് ഒരു വലിയ ലീഡർക്കെതിരെ ശൈല ടീച്ചറെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തിരുന്നത് ഒരു ഹൈലി റിസ്കി സിറ്റുവേഷനിലേക്കാണ് ടീച്ചറെ കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റകളിലൊക്കെ തന്നെ അവിടെ ക്ലോസ് ഫൈറ്റ് നടക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണുള്ളത്. ടീച്ചർ കുറച്ചൊക്കെ വോട്ട് പിടിക്കുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ സണ്ണി ജോസഫ് പിന്നെ വിജയിച്ചു വരാനാണ് ഉള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. നമ്മൾ കണ്ണൂർ ജില്ല പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ കണ്ണൂർ മണ്ഡലം അതുപോലെ തന്നെ അഴീക്കോട് മണ്ഡലം, പിന്നെ CPM വിമതർ മത്സരിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ, ഇത് മൊത്തം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ണൂരിലെ CPM-ന് വളരെ ശക്തമായ മത്സരമാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ CPM-ന് ഒരു വലിയ ഡോമിനൻസ് ഉണ്ടായിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് 2 സീറ്റാണ് കണ്ണൂർ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം പിക്ചറിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കണ്ണൂർ മണ്ഡലം കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ TO മോഹനൻ മത്സരിക്കുന്നു. അവിടെ ഒരു പക്ഷേ പിന്നെ LDF മിനിസ്റ്റർ ഒരു പക്ഷേ പരാജയപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ കണ്ണൂരിനെ കാണുന്നത്.
ടി ഒ മോഹന് അവിടെ ഒരു കംഫർട്ടബിൾ വിക്ടറി ഉണ്ടാവും. ഞാൻ സുധാകരൻ ഫാക്ടർ കുറച്ച് കാണുന്നില്ല. സുധാകരൻ്റെ സുധാകരൻ മത്സരിക്കണോ മത്സരിക്കേണ്ട ആ ഒരു, അല്ലെങ്കിൽ സുധാകരനെ മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നതിൽ ഒരു ചെറിയ ശതമാനം വോട്ട്, ഒരു പക്ഷേ ഒരു നിഷേധ വോട്ട് കോൺഗ്രസിന് കിട്ടാൻ ഇടയില്ല. പക്ഷേ ബാക്കി എന്നിരുന്നാലും കോൺഗ്രസ് അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചു വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പിന്നെ തളിപ്പറമ്പാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും നമുക്ക് ഒരു വലിയ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വലിയൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അവിടെ ഒരു ഭൂരിപക്ഷം കുറക്കാനൊക്കെ പറ്റുമായിരിക്കും. ഒരു പക്ഷേ ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ ഒരു ക്ലോസ് ഫൈറ്റ് കൊടുത്തേക്കാം. ഒരു 5000-നും 10,000-നും ഒക്കെ വോട്ടിനായിരിക്കും പിന്നെ ശ്യാമൾ ടീച്ചർ വിജയിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഒരു 10,000-10,000 വോട്ടൊക്കെ അഡീഷണൽ അവർക്ക് ഒരു പക്ഷേ പിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം പിന്നെ കൂത്തുപറമ്പും നല്ലൊരു മത്സരം നടന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൂത്തുപറമ്പ് ഒരു ക്ലോസ് ഫൈറ്റ് അവസാനത്തിലേക്കൊക്കെ തന്നെ ജയന്തി രാജൻ പിന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി കണ്ണൂർ ഒരു ട്രെൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഴീക്കോട്, പിന്നെ ഒരു കണ്ണൂർ ജില്ലയിൽ നമുക്ക് വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു മണ്ഡലം അഴീക്കോടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കാരണം നഗരമണ്ഡലം കൂടിയാണ് അഴീക്കോട് എന്ന് പറയുന്നത്. കണ്ണൂർ ടൗൺ തന്നെ ടൗണിലുള്ള ഒരു മണ്ഡലമാണ്. അവിടുത്തെ കറണ്ട് MLA പിന്നെ വളരെ പെർഫോം ചെയ്തൊരു MLA ആണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കരീം ചേലേരിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം അതൊരു ക്ലോസ് ഫൈറ്റ് ആയിട്ടുള്ള മണ്ഡലമാണ്. ഒരു പക്ഷേ കണ്ണൂരിൽ നിന്ന് ഏറ്റവും അവസാന റിസൾട്ട് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ അവസാന റൗണ്ട് വരെ പിരിമുറുക്കം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മണ്ഡലമായിട്ടാണ് അഴീക്കോട് ഞാൻ കാണുന്നത്. സാധാരണഗതിയിൽ കെ വി സുമേഷ് സ്മൂത്തായിട്ട് വിജയിച്ചു വരേണ്ട ഒരു മണ്ഡലമാണ്. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗ് അവിടെ ഒരു ടഫ് ഫൈറ്റ് കൊടുത്തിട്ടുണ്ടാവാം. ഒരു പക്ഷേ വിജയിക്കുകയും ചെയ്തേക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് കണ്ണൂരിന്റെ അവസ്ഥയാണ്. കോഴിക്കോട്ടേക്ക് വരുമ്പോഴേ, കണ്ണൂർ കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട്ടേക്ക് വരുമ്പോഴും ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പേരാമ്പ്ര. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കുണ്ട്. ഒന്ന് വർഗീയ ആരോപണങ്ങളുണ്ട് എന്നുള്ള, വർഗീയ ക്യാമ്പയിനിങ് ഉണ്ട് എന്ന്, വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നുള്ള രൂപത്തിലും, പിന്നെ അതോടൊപ്പം തന്നെ ഷാഫി വർഗീയത കളിച്ചു എന്നുള്ളതിൽ അതില് പിന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും പ്രശ്നം ഉണ്ടായ ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. എല്ലാവരും പ്രതീക്ഷിക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും എല്ലാവരുടെ ഒരു ചോദ്യമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പേരാമ്പ്ര അഗെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ഈ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് നടന്നിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ്റെ ട്രെൻഡും ഫാത്തിമ തഹലിയ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ പേരാമ്പ്ര ഈസ് വെരി ടൈറ്റ്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പേരാമ്പ്രയിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു പോളറൈസേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പേരാമ്പ്രൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു സ്വഭാവവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വളരെ ക്ലോസ് കോമ്പറ്റീഷൻ പേരാമ്പ്ര ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ UDFൻ്റെ മിഷനറിയും LDFൻ്റെ മിഷനറിയും ഒരേപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പേരാമ്പ്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫൈറ്റ് നടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിസൾട്ടും അതുപോലെ തന്നെ ആയിരിക്കും, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നില്ല ആര് ജയിക്കുകയാണെങ്കിലും ഒരു 3000-നോ 4000-നോ മുകളിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടുപേർക്കും ഒരേപോലുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ റിസൾട്ട് മാറി തിരിഞ്ഞു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തിരുവമ്പാടി. പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ലിൻഡോ ജോസഫിന്റെ ജനകീയത, അദ്ദേഹം മുന്നോട്ട് വെച്ച വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ.
ഏറ്റവും അവസാനം വയനാട് ചുരം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ വികസന പരിപാടികൾ. എന്നാൽ അതിന് എതിരായിട്ട് ഒരു ലീഗിന്റെ സ്ഥാനാർത്ഥി, കാരണം ഒരുപാട് നാളുകളായിട്ടുള്ള ലീഗ് പ്രവർത്തകരുടെയും പല പ്രമുഖരുടെയും ഒരു ഡിമാൻഡാണ് തിരുവമ്പാടിയിൽ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളത്. അപ്പം ഈ രണ്ട് ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രത്യേക എല്ലാവരും വളരെ താല്പര്യത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. എന്താണ് സാബിന്റെ വിലയിരുത്തൽ? തിരുവമ്പാടി ബേസിക്കലി ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. വളരെ കുറഞ്ഞ സമയത്തെ LDFനോട് അനുഭാവം പുലർത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ വ്യത്യസ്തമായ കാരണങ്ങളാലാണ് ലിൻഡോ അവിടുന്ന് വിജയിച്ചു വരുന്നത്. ലിൻഡോ എന്നുള്ള വ്യക്തിയെ പറ്റി, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പറ്റിയോ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയം ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം, മുസ്ലിം ലീഗ് അവിടെ ഇട്ടിട്ടുള്ള എഫേർട്ട്, അവിടുത്തെ ഡെമോഗ്രഫി, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ലിൻഡോ പുറകിലാണ് എന്നുള്ള നിരീക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ലിൻഡോ ബാക്കിലാണ്, അല്ലെങ്കിൽ ലിൻഡോ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് ആണ് ഈ സമയത്ത്, ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നപ്പോൾ സാബി നടത്തിയൊരു നിരീക്ഷണമായിരുന്നു, കോഴിക്കോടും കൊല്ലവും ജയിച്ചു കഴിഞ്ഞാൽ ആരാണോ കോഴിക്കോട് കൊല്ലം ജയിക്കുന്നത് അവരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്കൾ നേരത്തെ നടത്തിയൊരു നിരീക്ഷണം UDF ആണ് ഭരിക്കാൻ പോകുന്നതാണ്, 78+ ഓർ -3 എന്നുള്ളതാണ്. എന്താണ് കോഴിക്കോടത്തെ ഒരു മൊത്തം സീറ്റ് നില? കഴിഞ്ഞൊരു 3 വർഷമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായി കോഴിക്കോടിൻ്റെ ഒരു പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തോട് അനുഭാവമുള്ളൊരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു ആ ഒരു ഡോമിനൻസ് മാറുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല കാരണങ്ങളാലും UDFനോട് ഒരു കോഴിക്കോട് അടുത്തു വരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോഴിക്കോട് ഒരു വലിയ മാജിക് ഉണ്ടാവും, അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഫലങ്ങളിൽ സർപ്രൈസ് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് നാദാപുരമൊക്കെ ബിനോയ് വിശ്വം മത്സരിച്ച, അല്ലെങ്കിൽ ബിനോയ് വിശ്വം 2 തവണ തുടർച്ചയായി വിജയിച്ചു വന്ന മണ്ഡലമാണ്. അപ്പോൾ നാദാപുരമൊക്കെ ഇപ്പം എന്താണ് പറയുക, UDFന് കംഫർട്ടബിളായിട്ട് വിജയിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ വർക്കേഴ്സ് ഗ്രൗണ്ടിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ ആ അർത്ഥത്തിൽ കോഴിക്കോട് കുറേയും കൂടിയും ഒരു കംഫർട്ടബിളായിട്ട് UDFന് ഡോമിനൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവിടെ LDFൻ്റെ കാര്യം, കോഴിക്കോട് LDFൻ്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് മലപ്പുറം. 16-ൽ 16 ജയിക്കുന്നതാണ് UDFന്റെ ക്ലെയിം. അപ്പോൾ തന്നെയും 2 മണ്ഡലങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഒന്ന് പൊന്നാനി, ചരിത്രപരമായിട്ട് ഒരുപാട് തിരിഞ്ഞും മറിഞ്ഞും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനിയിൽ എന്താണ് സംഭവിക്കാൻ? പൊന്നാനിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊന്നാനി ഒരുപക്ഷെ ഒരു അട്ടിമറി വിജയം UDFന് ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് പ്യുവർലി കാൻഡിഡേറ്റിൻ്റെ ഒരു മെറിറ്റും, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ സാഹചര്യം വെച്ചുകൊണ്ട് ഒരു പക്ഷേ UDFന് പൊന്നാനിയുമാണെങ്കിൽ അട്ടിമറിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഞാൻ പറയാൻ കാരണം, അവിടെ CPMന് വേണ്ടി മത്സരിക്കുന്ന ഷക്കീർ എന്നുള്ള കാൻഡിഡേറ്റിന് അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ KP നൗഷാദ് അലി നല്ല കാൻഡിഡേറ്റാണ്. അയാൾ KP നൗഷാദ് അലി കഴിഞ്ഞ 1.5 വർഷമായിട്ട് 1.5-2 വർഷമായിട്ട് അവിടെ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അട്ടിമറി അവിടെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
പൊന്നാനിയെ പറ്റി പറയുന്ന പോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ് തവനൂര്. കാരണം ഒന്ന് കെ ടി ജലീൽ എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്? കാരണം അദ്ദേഹം തന്നെ ഒന്ന് റിസൈൻ ചെയ്യുന്ന മാതിരി പ്രഖ്യാപിച്ചിട്ട് ഞാനിനി ഈ പരിപാടിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പോയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പാർട്ടി നിർബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ തവനൂർ വളരെ ശക്തമായ മത്സരമാണ് എസ് ജോയി നടത്തിയത്. അപ്പം എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ജലീല് എന്ത് സംഭവിക്കും, എസ് ജോയി തവനൂർ പിടിക്കുക എന്നുള്ളത്. പൊളിറ്റിക്സിൽ അവനവനവൻ്റെ ക്ലെയിം വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും വലിയ നെഗറ്റീവും ഞാനിനി മത്സരിക്കാനില്ല, ഞാൻ നിർത്തി എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി അവിടെ ജലീലിനെതിരെ ഉണ്ട് എന്നുള്ളതും വി എസ് ജോയിയുടെ ഒരു ചുറുചുറുക്കും അതോടൊപ്പം തന്നെ അവിടെ കുറേയും കൂടി പിന്നെ അവിടുത്തെ വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകരെല്ലാവരും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റു പല സംഘടനകളും പിന്നെ കെ ടി ജലീലിനെതിരെ വളരെ നല്ല രീതിയിൽ ക്യാമ്പയിൻ ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ റിപ്പോർട്ടിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ പറയുന്ന പോലത്തെ ഒരു ടൈറ്റ് ഫൈറ്റ് തവനൂർ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കംഫർട്ടബിൾ ലീഡിൽ വി എസ് ജോയ് വിജയിച്ചു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ടൈറ്റ് ഫൈറ്റിൽ വി എസ് ജോയ് വിജയിച്ചു വരുന്നുള്ളതാണ് ഞാൻ അവിടുത്തെ ഡാറ്റ പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം 16-16 യു ഡി എഫ് എടുക്കുമെന്ന് പറയുമ്പോഴും മലപ്പുറത്ത് തന്നെ ഈ യു ഡി എഫ് ഒന്ന് പതറിപ്പോയോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പല മണ്ഡലങ്ങളുണ്ട്. അതിലൊരു മണ്ഡലമാണ് ഈ തിരൂർ എന്ന് പറയുന്നത്. കാരണം തിരൂരത്തെ മത്സരത്തിൽ 2 എലമെന്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കുറുക്കോളി മൊയ്തീൻ ഒരു വീക്ക് സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. രണ്ടാമത് വി അബ്ദുറഹ്മാൻ അവിടെ എത്തുന്നതോടുകൂടി മത്സരം സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് അനുകൂലമായി പോകുന്നുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ പലരും വിശിഷ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് സാബിന്റെ നിരീക്ഷണം? തിരൂരിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതേസമയം പിന്നെ വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് മാറി തിരൂരിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ എന്നുള്ള അർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, പിന്നെ മലപ്പുറം ജില്ലയിൽ വിശിഷ്യ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ വി അബ്ദുറഹ്മാൻ എടുത്തിട്ടുള്ള നിലപാട്, ഇതൊക്കെ തന്നെ അവിടെ പിന്നെ ചർച്ച ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മെസ്സി വിഷയത്തിലൊക്കെ മുസ്ലിം ലീഗ് അവിടെ മെസ്സിയെ വെച്ചുകൊണ്ടൊരു ഷോ തന്നെ അല്ലെങ്കിൽ എന്താണ് പറയുക, റോഡ് ഷോ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ വി അബ്ദുറഹ്മാൻ ഒരു നെഗറ്റീവാണ്. പിണറായി വിജയൻ സർക്കാരിലെ മിനിസ്റ്ററാണ്. പിന്നെ ഗവൺമെൻറ്റിനോടുള്ളൊരു ആൻറ്റി ഇൻകംബൻസിയും മലപ്പുറത്ത് വിശിഷ്യ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, താനൂരിലെ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ വർക്കൗട്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, കുറുക്കോളി മൊയ്തീൻ എന്നുള്ളത് ലീഗിലെ ഒരു വീക്ക് കാൻഡിഡേറ്റ് ആയിട്ട് വേണമെങ്കിലൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ ലീഗിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റം, സംഘടനാ സംവിധാനം ഒക്കെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ് പിന്നെ തിരൂര്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ കുറുക്കോളി മൊയ്തീൻ പിന്നെ വിജയിച്ചു വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മലപ്പുറം വിട്ടിട്ട് അതിന്റെ തൊട്ടടുത്തോട്ട് പോയി കഴിഞ്ഞാൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടന്ന മറ്റൊരു മണ്ഡലമാണ് പാലക്കാട്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, രമേശ് പിഷാരടിയുടെ പ്രസൻസ്. രണ്ടാമത്തത്, ശോഭ സുരേന്ദ്രന്റെ വിജയിക്കാൻ വേണ്ടിയുള്ള, പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയൊക്കെ BJP കയ്യിലിരിക്കുമ്പോൾ വിജയിക്കാൻ വേണ്ടിയുള്ള ശോഭ സുരേന്ദ്രന്റെ ഒരു ഫൈറ്റ്. പിന്നെ NRM റസാഖ് വരുന്നതോടുകൂടി തന്നെ വളരെ ടൈറ്റായിട്ട് മാറുന്ന ഒരു ത്രികോണ മത്സരം നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു പ്രതീതിയായിരുന്നു, ഒരു പ്രതീതി പാലക്കാട് ഉണ്ടായിരുന്നു. അവസാനം ഈ ക്യാഷ് ഫോർ വോട്ട് എന്നുള്ള ആരോപണമൊക്കെ വന്നതോടുകൂടി ഒന്നും കൂടെ ഇന്റൻസും തീവ്രവുമായിട്ട് മാറിയിട്ടുണ്ട് പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ്. UDF ഭയങ്കര പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ BJPയും പ്രതീക്ഷയിലാണ്. BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്.
എന്താണ് സാബിഹിന്റെ മൊത്തം ഡാറ്റ വെച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ? പാലക്കാടിലേക്ക് വരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ മണ്ഡലത്തിലും, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആ, എല്ലാ ഇലക്ഷനിലും അവർ അതിൻ്റെ മുമ്പുള്ള ആ, സ്ഥാനാർത്ഥിയുടെ അച്ചീവ്മെൻറ്റിനേക്കാൾ എത്രയോ വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. എല്ലാ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവർ പടിപടിയായിട്ട് വോട്ട് ഷെയറും ലീഡൊക്കെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പാലക്കാടേക്ക് വരുമ്പം ഇനീഷ്യൽ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ കാൻഡിഡേച്ചർ വരുന്നു. അതിൻ്റെ തൊട്ട് ശേഷം രമേശ് പിഷാരടിയുടെ കാൻഡിഡേച്ചർ വരുന്നു. ആ സമയത്ത് പാലക്കാട് മണ്ഡലത്തിലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഞാൻ പാലക്കാട് മണ്ഡലത്തിലൂടെ പിന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ക്യാമ്പയിനിങ് ഒക്കെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ജെ പിൻ്റെ ക്യാമ്പയിനിങ്ങും സിവിൽ സർവീസ് രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എത്രയോ 3000 രൂപ കൊടുക്കുന്നു, അങ്ങനെ എന്തോ ഉള്ളൊരു ഓഫറൊക്കെ, അങ്ങനെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ലോലി രമേശ് പിഷാരടി റിക്കവർ ചെയ്തു. അവർ മുന്നോട്ട് വന്നു. പിന്നെ NM റസാക്കിൻ്റെ പിന്നെ ഒരു കാൻഡിഡേച്ചർ അവിടെ ഒരു ഇനീഷ്യലി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് പിന്നെ അവിടെ ഒരു രമേശ് പിഷാരടിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റി കിട്ടും എന്നുള്ളതാണ്. കാരണം ഞാൻ പറയാനുള്ള കാരണം, ഇപ്പം ഇനീഷ്യലി ആദ്യം അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരുപക്ഷെ രമേശ് പിഷാരടി കുറേയും കൂടി ഇൻറോഡ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള പോലത്തെ ഒരു പിന്നെ ഒരു വോട്ടിംഗ് തന്നെ രമേശ് പിഷാരടിക്ക് കിട്ടും. കുറച്ചും കൂടി ഒരു BJP വോട്ടൊക്കെ രമേശ് പിഷാരടിക്ക് പിന്നെ UDF-ലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് പിന്നെ ഉള്ള മുസ്ലിം വോട്ടുകൾ NM റസാക്കിലേക്ക് രമേശ് പിഷാരടിയിലേക്ക് പോകുമെന്നുള്ളതാണ് അവിടെയുള്ള ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറിയ പെർസെൻറ്റേജ് NM റസാക്കിന് അട്രാക്ട് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ പെരിയാരി പോലെയുള്ള പഞ്ചായത്തിൽ അത് രമേശ് പിഷാരടിയിലേക്ക് തന്നെ ആ വോട്ടിങ് വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാലക്കാട് ഒരു 4 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ 4 റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷേ പിന്നെ ശോഭാ സുരേന്ദ്രന് ഒരു സ്ലൈറ്റ് ലീഡ് ഉണ്ടായേക്കാം. പക്ഷെ അത് ബാക്കി സ്ഥലങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നെ രമേശ് പിഷാരടി റിക്കവർ ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിൽ എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു ഡാറ്റ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രപരമായി ഇടതുപക്ഷത്തെ പല സന്ദർഭങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. എന്താണ് പൊതുവെ പാലക്കാട് ജില്ലയുടെ മുഴുവൻ ഒരു പിക്ചർ എങ്ങനെ ആയിരിക്കും? പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പിന്നെ 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഇടതുപക്ഷം വിജയിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. നമുക്കറിയാം മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF-ന് വിജയിക്കാനായിട്ടുള്ളത്. ഒരു പക്ഷെ അത് ഈ വർഷവും ഈ പ്രാവശ്യവും 2026-ലും UDF നിലനിർത്തും, പാലക്കാടും മണ്ണാർക്കാടും. അതേസമയം ചിറ്റൂര് അതുപോലെ തന്നെ തൃത്താല, ഈ 2 മണ്ഡലങ്ങളും പിന്നെ UDF തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിറ്റൂര് അച്യുതൻ പിന്നെ വിജയിച്ചതിന് ശേഷം പിന്നെ അതിനുശേഷം കോൺഗ്രസ് വിജയിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അച്യുതൻ അവിടെ നിന്ന് സുമേഷ് അച്യുതൻ അവിടെ നിന്ന് വർക്ക് ചെയ്യുകയും പിന്നെ ഒരു നല്ലൊരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് മൂന്നാമതായിട്ട് പിന്നെ UDF അവിടെ വളരെ കംഫർട്ടബിളായിട്ട് ചിറ്റൂർ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃത്താല അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈറ്റ് നടന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പം ആ അർത്ഥത്തിൽ തൃത്താല തൃത്താല എന്തായാലും ഒരു നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ UDF-ന് അവിടെ ഒരു
അപ്പർ ഹാൻഡ് ഉണ്ട് എന്നും എന്നാണ് എനിക്ക് ലോക്കൽ ബോഡിയും അതുപോലെ തന്നെയുള്ള ആ ഇലക്ഷൻ റീസെൻ്റ് ഇലക്ഷൻ്റെ ഒക്കെ തന്നെ ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് യു ഡി എഫിന് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പിന്നെ അവിടെ പട്ടാമ്പി, കോങ്ങാട് ഈ രണ്ട് മണ്ഡലങ്ങളും വളരെ ടൈറ്റായിട്ടുള്ളൊരു നല്ല സ്ട്രോങ് ഫൈറ്റ് നടന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇത് രണ്ടും ഒരു ട്രെൻഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ പൊതുവെ പാലക്കാട് എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ പാലക്കാട് സീറ്റുകൾ കൂടുതൽ യു ഡി എഫിന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ടുകൾ കുറയുന്നതായിട്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയിലൂടെ സഞ്ചരിച്ച സമയത്ത് എനിക്ക് ആലത്തൂർ പോലും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് അവിടെയുള്ള വോട്ടേഴ്സിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഇപ്രാവശ്യത്തെ പിന്നെ ഒരു പക്ഷേ ആലത്തൂർ പോലും ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജിലൊക്കെ CPM കുറവ് വന്നേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതേസമയം മലമ്പുഴയിലെ സുരേഷിന് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാക്കി എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ തന്നെ തരൂരായിക്കോട്ടെ ഷൊർണൂരായിക്കോട്ടെ ഒക്കെ CPM ഒരു മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങളാണ്. ഒറ്റപ്പാലവും അത്ഭുതം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ പ്രേംകുമാർ കഴിഞ്ഞ തവണയൊക്കെ സരിനെ തോൽപ്പിച്ച അതേ പിന്നെ മെജോറിറ്റിയിൽ തന്നെ ഇപ്രാവശ്യം PK ശശിയെയും തോൽപ്പിച്ച് നിയമസഭയിലെത്തുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പാലക്കാട് വിട്ട് നമ്മൾ തെക്കോട്ട് വരികയാണെന്നെങ്കിൽ തൃശ്ശൂർ മണ്ഡലം, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയത്തിന് ശേഷം എല്ലാവരും വിട്ടുനോക്കുന്ന മണ്ഡലമാണ്. BJP വിജയപ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ്. അതായത് വിജയസാധ്യത വെച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൂടാതെ ഇടതുപക്ഷവും UDF-ഉം ഐക്യജനാധിപത്യ മുന്നണിയും കൃത്യമായിട്ട് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്ന് ക്ലെയിം ചെയ്യുന്ന മണ്ഡലമാണ്. എന്തായിരിക്കും തൃശ്ശൂർ സംഭവിക്കാൻ? തൃശ്ശൂർ കോൺഗ്രസ് ചെറിയ രീതിയിലൊക്കെ ഒരു റിക്കവറി നടത്തുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. തൃശ്ശൂർ ഇപ്രാവശ്യം അവർക്ക് ചാലക്കുടിയാണ് നിലവിൽ UDF ആകെ വിജയിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ചാലക്കുടി കഴിഞ്ഞ തവണ 1400 വോട്ടുകൾക്ക് എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത്. അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ ചാലക്കുടി UDF നിലനിർത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി UDF തിരിച്ചു പിടിക്കും എന്നുള്ളത് പിന്നെ അവിടെ പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ UDF തിരിച്ചു പിടിച്ചിരുന്നു. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു സ്വഭാവം ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റ്സിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തൃശ്ശൂർ UDF തിരിച്ചു പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. CPI അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മണലൂർ പ്രതാപൻ TN പ്രതാപനും വിജയിക്കാൻ സാധ്യതയുണ്ട്. അവിടെ പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഒരു മോശം കാൻഡിഡേറ്റ് ആയിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ പുതുക്കാടൊക്കെ തന്നെ വീണ്ടും പരീക്ഷിക്കുകയാണെങ്കിൽ വളരെ കൂളായിട്ട് ജയിക്കുമായിരുന്നു. പക്ഷെ മണലൂർ പോലത്തെ ഒരു സ്ഥലത്ത് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് വിജയിച്ചു വരാൻ സാധ്യത കുറവാണ്. TN പ്രതാപൻ അവിടെ കുറേയും കൂടിയൊക്കെ വ്യക്തിബന്ധങ്ങളും ലോക്സഭയിലെ MP എന്നുള്ള അർത്ഥത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് TN പ്രതാപൻ അവിടെ വിജയിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 മണ്ഡലങ്ങളും വിജയിക്കാൻ സാധ്യതയുള്ള UDF-ന് ഷുവറായിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതേസമയം പിന്നെ എക്സിറ്റ് പോളുകളും മറ്റു പല നിരീക്ഷകരും കുന്നംകുളം, വടക്കാഞ്ചേരി എന്നൊക്കെ വടക്കാഞ്ചേരിയൊക്കെ സാധ്യത, വടക്കാഞ്ചേരി അനിലക്കര മുമ്പ് വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ
ഗുരുവായൂർ വളരെ നല്ലൊരു ഫൈറ്റ് നടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിസൾട്ട് വരുന്ന ദിവസം ഗുരുവായൂർ വാച്ച് ചെയ്യുക എന്നുള്ളത് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഗുരുവായൂർ വളരെ നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി മണ്ഡലങ്ങളെ ഒക്കെ തന്നെ കോൺഗ്രസിന് അവിടെ ഒരു 3 സീറ്റ് കിട്ടുന്നത് പോലും ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ പിന്നെ 4 സീറ്റ് അത്രേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. പാലക്കാടും തൃശ്ശൂരിൽ നിന്നും ഒരേപോലെ തന്നെ ഉള്ളൊരു റിസൾട്ടിലേക്കാണ് സാധ്യത കൂടുതൽ. തൃശ്ശൂർ നമ്മൾ വീണ്ടും തെക്കോട്ട് വരുമ്പോൾ എറണാകുളം നമ്മൾ ഈ പാലക്കാടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ മാതിരി ചരിത്രപരമായിട്ട് UDF-നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലൊക്കെ UDF-ന് വീഴ്ച പറ്റിയ ജില്ലയാണ് എറണാകുളം. ഈ പ്രാവശ്യം തന്നെ അവിടെ പല മണ്ഡലങ്ങളിലും UDF വിജയിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ 2 സുപ്രധാന മണ്ഡലങ്ങളാണ്. ഒന്ന് കൊച്ചിയിൽ ചില ആൾക്കാർ സംശയം പറയുന്നുണ്ട്. ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വവും ഷിയാസ് കൊച്ചിയുടെ ഒരു മൊത്തം പൊതു സ്വഭാവത്തിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത്. വിശേഷിച്ച ഇലക്ഷന് ശേഷമാണ് അത്തരം സംഭാഷണങ്ങൾ നടക്കുന്നത്. ഒന്നത്. രണ്ടാമത്തത് കളമശ്ശേരി മുമ്പ് ഇബ്രാഹിം കുഞ്ഞിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. ഇപ്പം ഈ മന്ത്രി രാജീവാണ് അവിടുന്ന് ജയിച്ചു വന്നേക്കുന്നത്. മന്ത്രി രാജീവ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ഒരു സംഭാഷണമുണ്ട്. ഈ 2 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? കൊച്ചിയുടെ കാര്യത്തിൽ അവിടെ UDF-ന്റെ ഉള്ളിൽ തന്നെ പരാതികളുണ്ട്. ഷിയാസിനെ കാൻഡിഡേറ്റ് ആക്കിയതിൽ തുടക്കം മുതലേ എതിർപ്പുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UDF മിഷനറി ഒരു പക്ഷേ ഈ 140 മണ്ഡലങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പിന്നെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ വളരെ വീക്കായി പ്രവർത്തിച്ച UDF മിഷനറി വീക്കായിട്ട് പ്രവർത്തിച്ച ഒരു മണ്ഡലമായിട്ടാണ് കൊച്ചിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ ഷിയാസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു വലിയ ട്രെൻഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു വലിയ വേവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൊച്ചി UDF തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം പിന്നെ കോതമംഗലം UDF തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു മണ്ഡലം. അതോടൊപ്പം തന്നെ കുന്നത്തുനാട് ശ്രീനിജയിൽ നിന്നും പിന്നെ UDF തിരിച്ചു പിടിക്കാൻ സാധ്യത ഉള്ള 2020-ൻ്റെ പ്രസൻസ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസൻസ് ഉണ്ടെങ്കിലും ഒരുപക്ഷെ കുന്നത്തുനാട് പിന്നെ UDF വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതേസമയം ആളുകൾ ഇലക്ഷൻ്റെ മുമ്പ് ഏറ്റവും കൂടുതൽ എറണാകുളത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന 2 കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഒന്ന് തൃപ്പൂണിത്തുറയും അതോടൊപ്പം തന്നെ വൈപ്പിനും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈറ്റ് നടന്നിട്ടുള്ള 2 കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തൃപ്പൂണിത്തുറ ഞാൻ വിചാരിക്കുന്നത് UDF-ന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിനിൽ വിജയിച്ചു വരാൻ പറ്റുന്നതാണ്. അതേസമയം വൈപ്പിൻ ഒരു ക്ലോസ് കോണ്ടക്സ്റ്റിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു UDF-ന് അവിടെ ഒരു സ്ലൈറ്റ് എഡ്ജുള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കളമശ്ശേരിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കളമശ്ശേരി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കളമശ്ശേരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കാരണം ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ P. രാജീവ് വളരെ ഈസി ആയിട്ട് വിജയിച്ചു വരുമെന്ന് എല്ലാവരും പറഞ്ഞൊരു മണ്ഡലം കൂടിയാണ് കളമശ്ശേരി. പക്ഷേ കളമശ്ശേരിയുടെ ഒരു പിന്നെ സ്വഭാവം, കളമശ്ശേരി ഒരു UDF അനുകൂല മണ്ഡലമാണ്. കളമശ്ശേരിയുടെ ഒരു സ്വഭാവവും അതോടൊപ്പം തന്നെ ഈ മൊത്തം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഗവൺമെൻറ്റിനോടുള്ള ആൻറ്റി ഇൻകംബൻസി ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കളമശ്ശേരി. അത് രാജീവ് വളരെ നന്നായി പെർഫോം ചെയ്തെങ്കിലും കളമശ്ശേരി മണ്ഡലം പിന്നെ ഒരുപക്ഷെ മുസ്ലിം ലീഗിലൂടെ പിന്നെ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വളരെ നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട്. CPM-ൻ്റെ തന്നെ പല റിപ്പോർട്ട് പ്രകാരം രാജീവ് പിറകിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളത്തിന്റെ സ്വഭാവം കാണിക്കുന്ന മറ്റൊരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിലെ ഏറ്റവും സുപ്രധാന സ്ഥാനാർത്ഥിയാണ് റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ, ഇലക്ഷന് മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ സാബിയ അഭിപ്രായപ്പെട്ടിരുന്നു ഈ ഇലക്ഷന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സർപ്രൈസ് റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ തോൽക്കും എന്നുള്ളത്. അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതെ,
ഞാൻ വിചാരിക്കുന്നത് ഏഹ്, ഇടുക്കിയിലെ ഒരു ട്രെൻഡ്, അതുപോലെ തന്നെ ഇടുക്കിയുടെ ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ സ്വഭാവം എല്ലാം വെച്ചുകൊണ്ട് ഒരു പക്ഷേ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്നും വിജയിച്ചു വരിക വളരെ ബുദ്ധിമുട്ടാണ്. റോയ് കെ പൗലോസിന് അവിടെ വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എഡ്ജ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ഇറ്റ് വിൽ ബി വെരി ടഫ് ഫോർ റോഷി അഗസ്റ്റിൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പക്ഷേ CPI ഈ മിനിസ്ട്രിയിൽ തോൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്താൽ മൂന്നാമതോ നാലാമതോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റോഷി അഗസ്റ്റിൻ്റെ പേര് എഴുതി ചേർക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എറണാകുളം ഇടുക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് തെക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത് എത്തുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് കേരളം ഉറ്റുനോക്കുന്ന സുപ്രധാന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ ഒന്ന് പാലയാണ്. കാരണം കേരള കോൺഗ്രസിന്റെ ഭാവിയെ വരെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ് പാലയിൽ നടക്കുന്നത്. എന്തായിരിക്കും ജോസ് കെ മാണിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്തൊക്കെ ജോസ് കെ മാണി തോൽക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരാനായിട്ട് UDF-ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജോസ് കെ മാണിയെ റോഷി അഗസ്റ്റിൻ നിർത്തി തോൽപ്പിക്കാനുള്ള പ്ലാനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള നരേറ്റീവ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ ക്യാമ്പയിനിങ്ങും ഇലക്ഷനോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രവർത്തികളും ക്യാമ്പയിനിങ്ങും ഒക്കെ തന്നെ ജോസ് കെ മാണി LDF-ന് അവിടെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ടഫായിട്ടുള്ള ഒരു മത്സരം കൊടുക്കാൻ LDF-ന് സാധിച്ചു. ആ ഒരു ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് പിന്നെ പാലയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് പാലയിൽ നടന്നിട്ടുണ്ട്. ഒരു ചെറിയ മാർജിനുള്ള വിജയമായിരിക്കും അവിടെ ഉണ്ടാവുക. ഷോൺ ജോർജ് വരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു BJP ഉണ്ടായിരുന്നത്. പക്ഷെ അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇലക്ഷനോടനുബന്ധിച്ച് FCR അങ്ങനെയുള്ള BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിവാദമായ ബില്ലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഷോൺ ജോർജിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഭ കുറേയും കൂടി ഒരു പിന്നെ പരസ്യമായി തന്നെ കുറച്ചും കൂടി BJP-ക്കെതിരെ നിലപാടെടുക്കുന്ന സിറ്റുവേഷൻ വന്നു. പിന്നെ അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു വളരെ ഒരു തിൻ മെജോറിറ്റിയിൽ ഒരു പക്ഷേ മാണി സി കാപ്പൻ വിജയിച്ചു വന്നേക്കാം അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കോട്ടയത്തെ ബാക്കിയുള്ള മണ്ഡലങ്ങളും രാഷ്ട്രീയമായിട്ട് വളരെ സുപ്രധാനമാണ്. കാരണം കേരള കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പും കൂടാണിത്. കാരണം ഇത് കഴിഞ്ഞ നമ്മളുടെ അനാലിസിസിൽ സാബി പറഞ്ഞൊരു പോയിന്റാണ്. ഈ ഇലക്ഷന്റെ ബാക്കി പത്രം എന്തായിരിക്കും എന്നുള്ളതിൽ താങ്കൾ പറഞ്ഞിരുന്നു കേരള കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നുണ്ട്. ബാക്കിയുള്ള കോട്ടയം മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ വിചാരിക്കുന്നത് വൈക്കം പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ് കോട്ടയത്ത് എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റുമാനൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്നു, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്നു. നാട്ടകം സുരേഷും VN വാസവനും. ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ വേവ് ഇല്ലെങ്കിൽ വാസവൻ പിന്നെ ജയിച്ചു വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയും പിന്നെ ജയരാജിന് സേഫാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂഞ്ഞാറാണെങ്കിലും പൂഞ്ഞാറ് ഇപ്രാവശ്യം UDF-ന് അനുകൂലമായി വിധി എഴുതാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ഒരു പിന്നെ UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ് വിജയിച്ചു വരാനുള്ള സാധ്യതയാണ്, ഒരു ചെറിയ മാർജിന് വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 3 സീറ്റിലേക്കൊക്കെ ഒരു പക്ഷേ LDF ഒതുങ്ങിയേക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. നമ്മൾ കോട്ടയം വിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂർ പോലെ തന്നെ ഒരു കാലത്ത് ഏറ്റവും സുപ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ 2 ഇൻട്രസ്റ്റിംഗ് മത്സരങ്ങൾ നടക്കുന്നു. ഒന്ന്
അമ്പലപ്പുഴയിലാണ്. കാരണം അമ്പലപ്പുഴ ആ, കോൺഗ്രസ് ആൾമോസ്റ്റ് ലിജുവിനെ നിർത്തണമെന്നൊക്കെ എല്ലാം തീരുമാനമായി. ലിജു സ്ഥാനാർത്ഥിയാവും. ലിജു ഓൾറെഡി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ജി സുധാകരൻ പെട്ടെന്ന് CPM നിന്ന് രാജിവെക്കുന്നത്. ആ സമയം നോക്കി തന്നെ UDF പിന്നെ ജി സുധാകരനെ ചാക്കിലാക്കുന്നതും പിന്നെ ജി സുധാകരൻ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ അമ്പലപ്പുഴയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി അമ്പലപ്പുഴയിൽ ഒരു അടിയൊഴുക്ക് സംഭവിച്ചിട്ട് ജി സുധാകരൻ ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും അമ്പലപ്പുഴയിൽ ജി സുധാകരന് വ്യക്തിപരമായി കുറച്ച് വോട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ, ജി സുധാകരൻ അവിടെ ഉള്ള ക്യാമ്പയിനിങ്ങും അല്ലെങ്കിൽ ആ മണ്ഡലത്തിനൊരു UDF ഒരു ചെറിയ രീതിയിലൊരു UDF സ്വഭാവം ഉണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജി സുധാകരൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 3% ഒക്കെ വോട്ട് വ്യത്യാസത്തിൽ ജി സുധാകരൻ വിജയിച്ചു വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു മണ്ഡലം. അതായത് ഇലക്ഷന് മുമ്പ് നടന്നിട്ടുള്ള പല വിവാദങ്ങൾക്ക് ശേഷം ആ, കേരളം വളരെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് കായംകുളം മണ്ഡലം. അവിടുത്തെ മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 പ്രാവശ്യം വിജയിച്ചതിന് ശേഷം മൂന്നാമത്തെ ഒരു അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പ്രതിഭ. പ്രതിഭയ്ക്കെതിരെ ഇപ്പോൾ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു എല്ലാവർക്കും പരിചിത മുഖമായിട്ടുള്ള ലിജു ആണ്. വളരെ ടൈറ്റ് മത്സരമാണ് കായംകുളത്ത് നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ഒരുപാട് ലോക്കൽ ഇഷ്യൂസ് വരെ, ഇപ്പൊ ഹൈവേ ഇഷ്യൂ വരെ ചർച്ച ചെയ്തിട്ട് ആണ് കായംകുളം തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഒരു പ്രതിഭാ വിരുദ്ധ തരംഗമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരുപാട് ടൈമുകളായിട്ട് ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലമാണ്. എന്താണ് സാബിഹിന്റെ ഒരു വിലയിരുത്തൽ? നോക്കൂ, അവിടെ നമ്മുടെ ഒരു അനാലിസിസിൽ സ്വാഭാവികമായും പ്രതിഭ തന്നെ വിജയിച്ചു വരേണ്ടതാണ്. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു പ്രതിഭ വിരുദ്ധ ഒരു തരംഗവും അല്ലെങ്കിൽ ഒരു പ്രതിഭ വിരുദ്ധമായ ഒരു ഏകീകരണവും സംഭവിക്കാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. ഒരു പക്ഷേ ഈ ഒരു ആൻറ്റി ഇൻകംബൻസി MLA-ക്കെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP പിടിച്ച അലാമിങ് ആയിട്ടുള്ള ഒരു പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലാർജ്ലി LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിക്കൊണ്ട് പിന്നെ BJP അവിടെ വോട്ട് പിടിക്കുകയുണ്ടായി. ഇപ്പം ഉദാഹരണമായിട്ട് പിന്നെ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിലൊക്കെ പറഞ്ഞ പോലെ വോട്ടിങ്ങിലൊക്കെ ഉള്ള വ്യത്യാസം, വോട്ടിങ്ങിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 2-3 ഫാക്ടറുകൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു അട്ടിമറി നടന്നേക്കാം. സാധാരണഗതിയിൽ അവിടെ ലിജുവിന് ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷെ അതേസമയം ഈ ഒരു പ്രതിഭാവിരുദ്ധ ഏകീകരണം സംഭവിക്കുന്നു. വോട്ടുകളും അതുപോലെ തന്നെ CPM-ന്റെ വോട്ട് ബേസിലേക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഇൻട്രോഡ് BJP, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോഡ് BJP നിലനിർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പിന്നെ അവിടെ UDF-ന് ഒരു ചെറിയ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റിയിൽ തന്നെ പ്രതിഭ വിജയിച്ചു വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയ്ക്ക് കിഴക്ക് ഭാഗത്തായിട്ട് പത്തനംതിട്ട, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മത്സരം നടക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഒന്ന് തിരുവല്ല, രണ്ടാമത്തത് ആറന്മുള. ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുമെന്നാണ് സാബിന് തോന്നുന്നത്? പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റാന്നിയും കോന്നിയും മാത്രമായിരിക്കും. കോന്നി ഫോർ ഷുവർ, റാന്നിയും ഒരുപക്ഷെ LDF-നെ പിന്തുണച്ചേക്കാം. അടൂര്, അതുപോലെ തന്നെ തിരുവല്ല, ആറന്മുള, ഈ 3 മണ്ഡലങ്ങളും ഒരുപക്ഷെ പിന്നെ UDF-നെ പിന്തുണച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ അടൂര് ഒരു കംഫർട്ടബിളായിട്ട് UDF-ന്റെ ശാന്തകുമാർ വിജയിച്ചു വരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേസമയം ആറന്മുള പിന്നെ ആറന്മുളയിൽ വലിയ ഫൈറ്റ് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് പിന്നെ ഗ്രൗണ്ട് റിപ്പോർട്ട്സൊക്കെ വരുന്നത്. പക്ഷേ ആറന്മുളയിലെ ഈ 2026 സാഹചര്യം മിനിസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ
ഉള്ള വീണ ജോർജിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഒരു മറ്റു ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സും ഇപ്പോൾ LDF മിനിസ്ട്രിയിൽ എപ്പോഴും പരാതികൾ കേട്ട കത്രി വെച്ച് മറന്നില്ലേ പോലെയുള്ള പ്രചാരണങ്ങൾക്കൊക്കെ വിധേയമാക്കപ്പെട്ട ഒരു മിനിസ്ട്രിയാണ് ഹെൽത്ത് മിനിസ്ട്രി. അപ്പം ആ ഹെൽത്ത് മിനിസ്ട്രിയെ ലീഡ് ചെയ്ത ആൾ എന്നുള്ള അർത്ഥത്തിലുള്ള പരാതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആറന്മുള ഇപ്രാവശ്യം മാറി ചിന്തിക്കും എന്നുള്ളതാണ്. പക്ഷേ തിരുവല്ലയിലേക്ക് വരുമ്പോൾ തിരുവല്ലയിലെ കോണ്ടക്സ്റ്റ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ആറന്മുളയിലുള്ള കുമ്മനത്തിൻ്റെ പ്രസൻസിനേക്കാൾ ഒരുപക്ഷെ ഇരു മുന്നണികൾക്കും ഭീഷണി ഉണ്ടാക്കുന്ന ഒരു പ്രസൻസ് തിരുവല്ലയിലെ അനൂപ് ആൻ്റണിയുടെ പ്രസൻസ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ തിരുവല്ല ഒരുപക്ഷെ ഇപ്രാവശ്യം മാറ്റൂട്ടിക്ക് അടിതെറ്റിയേക്കാം എന്നുള്ളതിനെ അതിന് ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുള്ള അവരുടെ ISJDയിലെ പിന്നെ പ്രശ്നങ്ങൾ, സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള സീനിയർ ഇപ്പോൾ കറണ്ട് മിനിസ്റ്റർ മാത്യു ടി തോമസിനെ പറ്റി പറഞ്ഞതൊക്കെ തന്നെ അവിടെ എന്തായാലും പിന്നെ ആളുകളെ സ്വാധീനിക്കും. ആ അർത്ഥത്തിൽ തിരുവല്ല ഇപ്രാവശ്യം മാറി ചിന്തിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. സാബിയുമായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിൽ ഞാൻ ഏറ്റവും നോട്ട് ചെയ്തേക്കുന്ന ഒരു വളരെ നിശ്ചിതമായൊരു വീക്ഷണം കേരള രാഷ്ട്രീയത്തെ പറ്റി, പ്രത്യേകിച്ച് ഇലക്ഷനെ പറ്റി, കോഴിക്കോടിനെയും കൊല്ലത്തെയും പറ്റി പറഞ്ഞതാണ്. കോഴിക്കോടും കൊല്ലം ആര് ജയിക്കുന്നു, അവർ കേരളം ഭരിക്കുന്നു എന്നുള്ളത്. എന്താണ് കൊല്ലത്തിൻ്റെ അവസ്ഥ? പൊതുവായി കൊല്ലത്ത് എല്ലാ മണ്ഡലങ്ങളിലും, അതുപോലെ തന്നെ എന്നാൽ വിശിഷ്യ പത്തനാപുരത്ത് എന്ത് സംഭവിക്കുന്നു? സാധാരണഗതിയിൽ ആളുകൾ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവരും പറയാറുള്ളത് തിരുവനന്തപുരം ആര് പിടിക്കുന്നോ അവർ ഭരിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യം. പക്ഷേ എനിക്ക് 2026 ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പിടിക്കുന്നവർ ഭരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതേസമയം കൊല്ലം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ പിന്നെ UDF ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കൊല്ലം ജില്ലയിൽ നിന്നായിരിക്കും നമുക്ക് പലതരത്തിലുള്ള അട്ടിമറി അല്ലെങ്കിൽ എന്താണ് പറയുക, ആളുകൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊല്ലം ജില്ലയിലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സും പിന്നെ ഇലക്ഷനിൽ വലിയ ശക്തമായ മത്സരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. KN ബാലഗോപാൽ, KB ഗണേഷ് കുമാർ, ചിഞ്ചു റാണി ഇവരൊക്കെ തന്നെ ശക്തമായ മത്സരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചടയമംഗലം ഒരുപക്ഷെ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ നൽകുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കൊല്ലം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ തവണ 2 സീറ്റ് ഒഴികെ എല്ലാ സീറ്റും LDF വിജയിച്ച ജില്ലയാണ്. UDFന് ആശ്വസിക്കാനുണ്ടായിരുന്നത് കരുനാഗപ്പള്ളിയിലെയും കുണ്ടറയിലെയും വിജയങ്ങളായിരുന്നു. കൊല്ലം ജില്ലയെ ഓൾ ടുഗദർ എടുക്കുന്ന സമയത്ത് പിന്നെ UDFന്റെ പെർഫോമൻസ് കുറേയും കൂടി മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കൊല്ലം, ചവറ, കുന്നത്തൂര് ഇവിടൊക്കെ തന്നെ UDF സാമാന്യം നല്ല രീതിയിൽ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ ഒരു 6 മുതൽ 7 സീറ്റ് വരെ UDFന് ലഭിക്കാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്തനാപുരം ഒരു പക്ഷേ LDF വിചാരിക്കുന്ന ഒരു റിസൾട്ട് വന്നുകൊള്ളുന്നില്ല. അതുപോലെ തന്നെ LDF മിനിസ്റ്ററിൽ ഏറ്റവും നല്ല മന്ത്രിയായി ഞാൻ മനസ്സിലാക്കുന്നത് KN ബാലഗോപാലിനെയാണ്. പക്ഷേ ബാലഗോപാൽ വരെ അവിടെ ശക്തമായ മത്സരം നേരിടുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ പിന്നെ LDFന്റെ കുറച്ച് വോട്ടുകൾ ഐഷ പോറ്റിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഐഷ പോറ്റിക്ക് അവിടെ അവർക്ക് പേഴ്സണൽ വോട്ട് ഉണ്ട് എന്നുള്ളതാണ് UDF അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ UDFന്റെ കുറച്ച് വോട്ടുകൾ UDFിൽ നിന്നും അവസാനം കഴിഞ്ഞ തവണ UDFന് വേണ്ടി മത്സരിച്ച രശ്മി BJPയിലേക്ക് മാറിപ്പോകുന്നു. അവർ പിന്നെ UDFിൽ നിന്നും UDFന്റെ കുറച്ച് വോട്ടുകൾ അവരും പിന്നെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ആ അർത്ഥത്തിൽ
കൊല്ലത്ത് പിന്നെ കൊട്ടാരക്കരയിലെ മത്സരം പ്രവചനാതീതമായി മാറുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ബാക്കി ഒക്കെ തന്നെ ഓൾമോസ്റ്റ് പിന്നെ LDFിൻ്റെ വളരെ ഷുവറായിട്ടുള്ള സീറ്റുകളാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം UDF ഒരു 6 മുതൽ 7 സീറ്റ് വരെ കൊല്ലത്ത് നേടിയേക്കാം. അവർക്ക് ഭരണം കിട്ടണമെങ്കിൽ കൊല്ലത്ത് അത്രയും സീറ്റുകൾ ലഭിച്ചാൽ മാത്രമേ UDFന് ഭരണം കിട്ടുള്ളൂ എന്നുള്ളതുമാണ് എൻ്റെ ഒരു ടേക്ക്. കേരളത്തിന്റെ തലസ്ഥാന ജില്ല തിരുവനന്തപുരത്തിന്റെ എല്ലാ കാലത്തും ഒരു പ്രത്യേകത, ഇപ്പൊ ഈ നമ്മൾ പാലക്കാടിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ പലപ്പോഴും ചരിത്രപരമായി തന്നെ ഇടതുപക്ഷത്തിന് മുൻതൂക്കം പലപ്പോഴും നൽകിയിട്ടുള്ള ജില്ലയാണ്. പക്ഷെ ഇപ്രാവശ്യം തിരുവനന്തപുരത്തിലെ മത്സരങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് BJP 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. പോളിംഗിന് ശേഷം BJPക്കുള്ളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെങ്കിലും മത്സരം BJP നല്ലതുപോലെ തന്നെ മത്സരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോവളമല്ലാതെയുള്ള ബാക്കിയുള്ള പല മണ്ഡലങ്ങളിലും UDF വളരെ അമിത വിജയപ്രതീക്ഷ ഇപ്പൊ കാണിക്കുന്നുണ്ട്. BJP സ്വാഭാവികമായിട്ടും പറയുന്ന ഈ 3 മണ്ഡലങ്ങൾ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഈ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? BJP 2016 വിജയിച്ച മണ്ഡലമാണ് നേമം. ഇപ്രാവശ്യം അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലവും നേമമാണ്. നേമത്തെ ഫൈറ്റ് വളരെ പ്രവചനാതീതമായ ഒരു ഫൈറ്റാണ് പിന്നെ BJP കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഫൈറ്റ് നടന്ന മണ്ഡലം കൂടിയാണ് നേമം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു പ്രവചനാതീതമായ മത്സരമാണ് നടന്നത്. ഒരു പക്ഷേ ശിവൻകുട്ടി ഒരു വളരെ ചെറിയ മാർജിന് വിജയിച്ചു വന്നേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം BJP തുടക്കത്തിൽ വലിയൊരു പ്രതീക്ഷയില്ലെങ്കിലും അവസാന നിമിഷത്തേക്ക് BJP പോലും പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമായി കഴക്കൂട്ടം മാറിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷെ അവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP കഴക്കൂട്ടത്ത് വിജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന. പിന്നെ ഡാറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പിന്നെ അവിടെ പ്രശാന്തിൻ്റെ ജനസമ്മതിയും K. മുരളീധരൻ മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ ശ്രീലേഖയുടെ ഒരു പ്രസൻസും വളരെ പ്രവചനാതീതമായ ഒരു മണ്ഡലമാക്കിയിട്ട് വട്ടിയൂർക്കാവിനെ മാറ്റുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് മുരളീധരൻ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് UDFന് അവിടെയുള്ള അവർ നില മെച്ചപ്പെടുത്തിയത്. 19 സീറ്റിലേക്ക് 19 ഡിവിഷൻ വിജയിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാന പങ്ക് വഹിച്ചത് K. മുരളീധരനാണ്. ആ അർത്ഥത്തിൽ മുരളീധരൻ കഴിഞ്ഞ 6-8 മാസമായി അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ആയിക്കൊണ്ട് മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലം CP ജോണെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആദ്യമായി നിയമസഭയിൽ എത്താനുള്ള ഒരവസരമായി ാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ തന്നെ, മാർജിനിൽ തന്നെ CP ജോൺ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ CP ജോൺ വിജയിക്കുന്നതാണ് എൻ്റെ ഒരു അനാലിസിസ്. പിന്നീട് അരുവിക്കര UDF വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം ശബരിനാഥ് പരാജയപ്പെട്ട മണ്ഡലമാണ്. G. സ്റ്റീഫനിലൂടെ CPM അവിടെ വിജയിച്ചതാണ്. G. സ്റ്റീഫൻ തന്നെയാണ് ഇപ്രാവശ്യം CPMന് വേണ്ടി മത്സരിക്കുന്നത്. പക്ഷേ
വി എസ് ശിവകുമാറിനെ പോലെ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് അരുവിക്കര UDF തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയും UDF തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓൾ ടുഗദർ ഒരു 5 മുതൽ 6 സീറ്റ് വരെ UDFന് തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ചേക്കാം എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഈ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന പോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ഫാക്റ്റാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഒരു പ്രാവശ്യം അധികാരത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ബംഗാളിലെ പോലെ തന്നെ BJP ശക്തമാവുകയും CPM ഇല്ലാതാവുകയും ചെയ്യുക എന്നുള്ളൊരു പേടി CPM-നുണ്ട്, സെയിം ആസ് ഫോർ CPI-ക്കും. അപ്പോൾ ഈ ഇലക്ഷൻ 2026 ഇലക്ഷന് ശേഷം നിലവിലെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി, CPM, CPI, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, BJP, BJDS, അങ്ങനെയുള്ള പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം? ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ കാര്യം നോക്കുമ്പോൾ CPI-യും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും സവിശേഷമായി പരാമർശിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷേ CPI കഴിഞ്ഞ തവണത്തെ 17 സീറ്റിൽ നിന്നും 10 സീറ്റിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മന്ത്രിമാരൊക്കെ കുറേയും കൂടി മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷേ ചിഞ്ചുറാണി മാത്രമാണ് തോൽക്കാൻ സാധ്യത ഉള്ളത്. പക്ഷേ MLA-മാരും പക്ഷേ അവരുടെ ടോട്ടൽ നമ്പർ ഒരു പക്ഷേ 10 അല്ലെങ്കിൽ 9 തന്നെ ചുരുങ്ങിയേക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാരൊന്നും ഇല്ലാത്ത ഒരു നിയമസഭയായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ RSP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തിരിച്ചുവരവ് നടത്താൻ സാധ്യതയുള്ള ഒരു ഇലക്ഷനാണ് 2026 ഇലക്ഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു ഇലക്ഷനായിരിക്കും 2026 ഇലക്ഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അവർക്കുള്ളത് 21 സീറ്റാണ്. 2021 കോൺഗ്രസ് പാർട്ടി 21 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ നേരെ ഇരട്ടിയാവുന്ന ഒരു സിനാരിയോ ആണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ ഏറ്റവും വലിയൊരു ഗെയിൻ ഉണ്ടാകാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മത്സരിച്ച 27 സീറ്റുകളിൽ 20-ൽ കുറയാത്ത സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ 19-20 എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷനിലേക്ക് എത്താം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം INL, കേരള കോൺഗ്രസ് S, കേരള കോൺഗ്രസ് B ഇവരുടെയൊക്കെ നില ബുദ്ധിമുട്ടായിരിക്കും. ഗണേഷ് കുമാർ തോൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ CP ജോണിലൂടെ CNP വീണ്ടും നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. CP ജോണിലൂടെ നിയമസഭയിലേക്ക് വീണ്ടും CMP എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആയിരിക്കും 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ CPM-ഉം ഒരു 40 സീറ്റിലേക്കൊക്കെ താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. 40-45 സീറ്റിലേക്ക് CPM താഴെ പോയേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് ഫല ദിവസം എന്തായിരിക്കും സംഭവിക്കുന്നത്, കേരളം ഇനി ആര് ഭരിക്കും എന്നുള്ള വിഷയങ്ങളെപ്പറ്റി പ്രവചനങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ വിശദമായ രാഷ്ട്രീയ ചർച്ച നമ്മളുമായി പങ്കുവച്ചത് മനഃശാസ്ത്ര വിദഗ്ധനും സിഫോളജിസ്റ്റും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശാരദനുമായിട്ടുള്ള മുഹമ്മദ് സാബിയാണ്. ടൈം ലൈനിൽ ഈ സ്പെഷ്യൽ ഇലക്ഷൻ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്തതിന് നന്ദി.